ഹലോ, പറഞ്ഞോ. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ തോന്നുന്നത്. അമ്മയിന്ന് എന്റെ ബാഗൊക്കെ പരിശോധിച്ചു. അയ്യോ, ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. എന്തായാലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കണം. അത് ശരിയാ, ഞാനും ടെൻഷനില്ല. അച്ഛമ്മ ഉടനെ വരും. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. എനിക്കെന്തോ പേടി പോലെ. അച്ഛമ്മ കള്ളമൊക്കെ പിടിക്കുന്നൊരു സംശയം. അതൊന്നുമില്ല. അച്ഛമ്മ വരുമ്പോ എന്ത് രസമായിരിക്കും എന്ന് നോക്കിക്കോ. പിന്നെ അച്ഛമ്മയുടെ കൂടെ വേറെ ഏതോ ഒരു അമ്മയും കൂടെ ഉണ്ടെന്ന്. വേറെ ഏതോ അമ്മയോ? ആ, ആശുപത്രിയിൽ അച്ഛമ്മയ്ക്കൊപ്പം ഒരമ്മ കൂടി ഉണ്ടെന്ന്. എനിക്കാകെ പേടിയാവുന്നു. കാറ് വരുന്ന ശബ്ദം. അച്ഛമ്മ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ ഫോൺ വെക്കുകയാണേ. ഓക്കെ ഓക്കെ, എല്ലാം സൂക്ഷിച്ചു വേണം കേട്ടോ. ആ ശരി. മോനെ, എന്റെ ബാഗ് എടുത്തോളനെ. കൊള്ളാം. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ശാന്തമായ വീട്. ഇതാ ഞങ്ങളുടെ സ്നേഹ വീട്. ഇന്നു മുതൽ എന്റെയും. അയ്യോ, എന്റെ ബാഗ്. അതൊക്കെ കൊണ്ടുവരും, നീ വാ. അല്ല, അച്ഛമ്മ കരയുന്ന എന്തിനാ? ഭുവന, കലേ, സുഖമാണോ നിങ്ങൾക്ക്? അതെ അച്ഛമ്മേ. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതുവരെ. കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ കഴിയുമ്പോ പരിചയപ്പെടുത്തുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതല്ലേ ന്യൂജൻ അച്ഛമ്മ, തങ്കം അച്ഛമ്മ. അച്ഛമ്മ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഒരുപാട് പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു അച്ഛമ്മ. അച്ഛമ്മേന്നാണോ വിളിക്കുന്നത്? നിങ്ങളൊക്കെ അങ്ങനെയല്ലേ വിളിക്കുന്നത്, അപ്പൊ പിന്നെ ഞാനും അങ്ങനെ വിളിക്കാം. അതെ, ഇവളീ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. ഒരുപാട് നമ്പര് കയ്യിലുണ്ട്. അതെ, ഈ ലോകത്ത് ജീവിച്ചു പോണമെങ്കിൽ ഒരുപാട് നമ്പറുകൾ നമ്മുടെ കയ്യിൽ വേണം. ക്രിസ്തുദേവനെ കുരിശിൽ തറച്ച ലോകമല്ലേ, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ലോകമല്ലേ. അപ്പൊ ഈ ലോകത്ത് നിന്ന് പിഴച്ചു പോണമെങ്കിൽ കുറെ നമ്പറുകൾ നമ്മുടെ കയ്യിൽ വേണം. അല്ല, എവിടെ കഥാനായിക? മോളെവിടെ? ശരിയാണല്ലോ മോളെ. ദേ അച്ഛമ്മ വന്ന് അറിഞ്ഞില്ലേ? വാ. സാധാരണ റിയമോൾ എന്നെ കാണുമ്പോ ഓടിച്ചാടി വരേണ്ടതാണല്ലോ. ഇപ്പൊ എന്തു പറ്റി? അകത്തെന്തെങ്കിലും ജോലിയിലായിരിക്കും അച്ഛമ്മേ. ജോലിയോ? പിന്നെ ആളാകെ മാറിപ്പോയി അച്ഛമ്മേ. പഴയ ആളൊന്നുമല്ല ഇപ്പൊ. ആ ഇതിലാരാണ് അച്ഛമ്മ?
ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ഈശ്വര, അച്ഛമ്മ കണ്ടുപിടിച്ചു. ഇത് റിയമോളല്ല. റിയമോൾ ഇങ്ങനെയല്ല. ഞാൻ ഗേറ്റ് കടക്കുമ്പോഴേ ഓടിപ്പാഞ്ഞ് തുള്ളിച്ചാടി വരുന്ന മോളാ എന്റെ റിയമോള്. ഇത് ഡ്യൂപ്ലിക്കേറ്റ്. കണ്ടോ എന്തായി? ഞാൻ പറഞ്ഞത് എന്തായി? നീ എന്ത് പറഞ്ഞെന്നാ? അതെ, ഈ മുജ്ജന്മത്തിലെ ഒന്ന് മിണ്ടായിരിക്കുവോന? മുജ്ജമ്മോ? എന്തോന്ന് മുജ്ജമ്മം? മോളുടെ രീതി മാറിയ കാര്യമാ ഞാൻ പറഞ്ഞത്. അത് അച്ഛമ്മ എല്ലാരോടും സംസാരിച്ച ശേഷം ഞാൻ വരാന്ന് കരുതി. അപ്പോഴല്ലേ എനിക്ക് എന്റെ അച്ഛമ്മയോട് കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ആഹാ, അപ്പോഴല്ലേ എനിക്കും അച്ഛമ്മയോട് ഒരുപാട് സംസാരിക്കാൻ പറ്റൂ. ആ മോളെ ഉമ്മ. ആ തങ്കം, ദേ ഇവര് രണ്ടുപേരുവാ എന്റെ ലോകം. ആശുപത്രി വെച്ച് നാക്കെടുത്ത ഇദ്ദേഹത്തിന് 2 വാക്കേ പറയാനുള്ളു: കണ്ണൻ, റിയമോള്, റിയമോള്, കണ്ണൻ. ഇത് കേൾക്കുമ്പം ഇവക്ക് എരിവ് കയറ്റാൻ വേണ്ടി ഞാൻ പറയും, നിനക്ക് കണ്ണമോനുണ്ടെങ്കിൽ എനിക്ക് വിച്ചുകൂട്ടനുണ്ടെന്ന്. ഇതുപോലെ തന്നെയാ അവനെ കണ്ടാലും, ഇതുപോലെ തന്നെയാ സ്നേഹവും ഇതുപോലെയാ. അവന്റെ മോക്കും ഇതേ പ്രായം. അവനങ്ങ് കാനഡയിലാ. വിഷു കഴിയുമ്പോ ഞാനും അങ്ങ് പോവും. ഞങ്ങള് പക്ഷെ ഒരിടത്തും പോവാറില്ല. ഞങ്ങളുടെ വിഷു, ക്രിസ്മസ്, ഓണം, റംസാൻ ഒക്കെ ഇവിടെ തന്നെ. ആ, അപ്പൊ 2 അച്ഛമ്മമാരും ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പൊ ഞങ്ങളൊന്ന് റെഡിയായ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അല്ല, നമ്മുടെ ഡയറക്ടറോടെ ജയൻ വിശ്വനാഥൻ. ആ, എഴുത്തില്ല. അച്ഛമ്മന്ന് ഫ്രീ ആയി കഴിഞ്ഞ ശേഷം വരാന്ന് പറഞ്ഞു. എന്റെ കണ്ണനും റിയമോളും ഇടത്തും വലത്തും വന്ന് നിന്നപ്പോ മനസ്സിലാകെ ഒരു നിറമങ്ങ് വന്നു. ആ, നിറവ് വന്നു, സമ്മതിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പം നിനക്ക് വിഷമം തോന്നരുത്. ഒരു കുറവും ഇവിടെ കണ്ടു. ഒരു ഗ്രഹനാഥയുടെ കുറവ്, ഒരു വീട്ടമ്മയുടെ കുറവ്. അതിനെപ്പറ്റി നീ ഓർമ്മിപ്പിക്കാതെ. ഞാൻ മനസ്സിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എല്ലാരും സന്തോഷമായി നിൽക്കുമ്പോഴും എവിടെയോ ഒരു മങ്ങലുണ്ടല്ലോ എന്ന് മനസ്സ് പറയുന്നു. അതാ ഞാൻ ചോദിച്ചേ. പോട്ടെ, വിട്ടുകളാ. ഞാൻ ചോദിച്ചിട്ടുമില്ല, നീ ഒട്ട് കേട്ടതുമില്ല. അല്ല പിന്നെ? സാരമില്ല, ഞാൻ പറയാം. കണ്ണനും ഭാര്യയും പിരിഞ്ഞു താമസിക്കുക. നിയമപരമായിട്ട് പിരിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ മനസ്സുകൾ തമ്മിൽ ഇനി ചേരാനാകാത്ത വിധം അങ്ങ് അകന്നു പോയോന്നൊരു തോന്നല്. ലോകത്തെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരാളാണ് കണ്ണൻ. അതുപോലെ സ്വഭാവശുദ്ധിയിൽ കാവ്യയ്ക്ക് മുകളിൽ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷേ അവര് പിരിഞ്ഞു. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കാവ്യമോളെ ഒന്ന് കാണണം. അതേ ഉള്ളൂ ഇപ്പൊ എന്റെ ഒരു ആഗ്രഹം. മോളിപ്പോ എവിടെയുണ്ട്? അറിയില്ല. അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കാവ്യമോളുടെ ഇപ്പോഴത്തെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. അങ്ങനെ അന്വേഷിച്ചെന്നാൽ എന്റെ മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കൂടുതൽ വിഷമങ്ങളിലേക്ക് പോകും. അങ്ങനൊരു ഭയം എനിക്കുണ്ട്. പിരിയാൻ കാരണം എന്താ? അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിരിയാൻ പ്രത്യേകിച്ച് കാര്യം വല്ലതും വേണോ? രാവിലെ ദോശ മതിയെന്ന് ഒരാള് പറയുമ്പം അല്ല ഇഡലി ആവട്ടെ എന്ന് വേറൊരാള്. ഓ, തർക്കമായി, ബഹളമായി, 3ന്റെ അന്ന് വക്കീൽ നോട്ടീസുമായി. പണ്ടൊക്കെ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ തർക്കവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടിനെയും കൂട്ടിച്ചേർക്കുന്ന സ്നേഹമെന്ന 2 അക്ഷരം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥമുണ്ടായിരുന്നു. കൂടുമ്പോ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം.
ഇക്കാലത്ത് ഭാര്യയും ഭർത്താവും കൂടുന്നത് പോലുമില്ല. പിന്നെങ്ങനെ ഇമ്പം വരും? ഭർത്താവ് മൊബൈലിൽ നോക്കി തെക്കോട്ട്, ഭാര്യ മറ്റൊരു മൊബൈലിൽ നോക്കി വടക്കോട്ട്. ഇതിന്റെ ഇടയില് ഭർത്താവും ഭാര്യയും പേര് പോലും മറന്നുപോകും. ഈയിടെ ഒരു തമാശ കേട്ടു. ബെസ്റ്റ്. ആകെ വിഷാദിച്ചിരിക്കുന്ന ഒരാളിന്റെ മുമ്പിലിരുന്നാ ഞാൻ തമാശ പറയാൻ പോണത്. എന്നെ തന്നെ പറയണം. പോട്ടെ, എല്ലാം ശരിയാവും. ശരിയാവും തങ്കം. പിന്നല്ലാതെ. നോക്ക്, നീ ഒരു വാക്ക് പറ, ഞാൻ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് വരാം നിന്റെ കാവ്യമോളെ. അല്ലെങ്കിൽ നീയും കൂടി വാ, നമുക്കിറങ്ങാം, ഒരുമിച്ചിറങ്ങാം. ഇവിടെ ആരും ഒന്നും അറിയണ്ട. നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തിറങ്ങാനോ അമ്പലത്തിൽ പോകാനോ എന്ന പേരിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് കാവ്യമോളെ കണ്ടുപിടിച്ച് നിന്റെ മോന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. എന്തിനും ഏതിനും ഞാനുണ്ടാവും. അച്ഛമ്മേ, അച്ഛമ്മേ ഭക്ഷണം എടുക്കട്ടെ? ആ, എടുത്തോ പൂവന. ആ. നീ ഇറച്ചി മീനൊക്കെ കഴിക്കുമല്ലോ അല്ലേ? നീ എന്തിനാ ചിരിക്കുന്നേ? അച്ഛമ്മേ, ഇവിടെ സമ്പൂർണ്ണ വെജിറ്റേറിയൻ മേഖലയുടെ പ്രഖ്യാപിച്ചു. റിയമോളിപ്പോ വെജിറ്റേറിയനാ, ഫുൾ വെജിറ്റേറിയൻ. റിയമോള് വെജിറ്റേറിയനോ? അപ്പൊ ജീവൻ സാർ ഫോൺ ചെയ്തപ്പോ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? അത് ശരി. അച്ഛമ്മ ആശുപത്രിയിലായിരുന്നോണ്ട് ഞെട്ടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. അച്ഛമ്മേ, മോളിപ്പോഴേ മൊത്തം വേറെ മോളാ. ഭയങ്കര ദുരൂഹത നടക്കുന്നേ. ദുരൂഹതയോ? എന്ത് ദുരൂഹത? നീ എന്തൊക്കെ ഈ പറയുന്നേ? അതെ അച്ഛമ്മേ, കുറെ ദിവസമായിട്ട് ഞാനാകെ പ്രാന്ത് പിടിച്ച് കിടക്കുക. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, അതൊക്കെ പിന്നെ പറയാം. നീ പോയി ഭക്ഷണം എടുക്കാനിയാ. ഇവക്കും എനിക്ക് നല്ല വിശപ്പുണ്ട്. ചെല്ല്. ഓ, മനുഷ്യനോട് കിടന്ന് ഉരുകുരുവി തീരും. എന്നാലും റിയമോൾ അങ്ങനങ്ങ് മാറിയോ? നീ കേട്ടിട്ടുണ്ടോ? മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ, അതാണ് മാറ്റം. ആ, രാത്രി TV ചാനലിൽ പറയുന്നത് കേട്ടതാണ്. നീ എഴുന്നേക്ക്, ഭക്ഷണം കഴിക്കാം, വാ. അത് ശരി, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. വാ വാ. അപ്പോ എന്താ അമ്മ? വന്നേ. എന്താ അമ്മ? ചേച്ചിയെ വിളിക്കട്ടെ? വേണ്ട, മോൻ വന്നേ. എന്താ അമ്മ? മോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യ. അത് പക്ഷേ ചേച്ചി അറിയരുത്. ചേച്ചിയോ? ചേച്ചി അറിയാതെ എന്ത് കാര്യം? എന്താ അമ്മ? വേണ്ട, ചേച്ചി അറിയാതെ ഞാൻ മാത്രായിട്ട് ഒരു കാര്യം അറിയണ്ട. മോനെ, ചേച്ചിയെ മാറ്റി നിർത്തുന്നതല്ല, ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യം. അതുകൊണ്ടാ തൽക്കാലം ചേച്ചിയെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. ശരി, എന്താ? ചേച്ചി എന്തെങ്കിലും കാര്യങ്ങൾ മോനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒളിച്ചു വെക്കുകയോ മറ്റോ? ഫോണിന്റെ കാര്യം പറഞ്ഞ പ്രശ്നം. ജീവസാറിന്റെ മോളെ ചേച്ചിയുടെ കൂട്ടുകാരിയാന്ന് പറഞ്ഞാലും പ്രശ്ന. നീ എന്താ ആലോചിക്കുന്നെ? ഒന്നുമില്ലമ്മ, എനിക്കൊന്നും അറിഞ്ഞൂടമ്മ. ചേച്ചി സൂപ്പറാ. അത് മോനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. രാജി ചേച്ചിക്കൊരു സംശയം. രാജി ചേച്ചി പറഞ്ഞതൊക്കെ വെച്ച് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് ഒരു ചെറിയ സംശയം. മോനും ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ ചേച്ചി പഴയ ചേച്ചി അല്ലാന്നൊക്കെ? അല്ല, അന്നങ്ങനെ തോന്നി. മോനെ, ചേച്ചി പാവുക, അന്നത്തെ ചേച്ചി തന്നെയാ. എന്നാലും ചേച്ചിയുടെ മാറ്റങ്ങൾ നമ്മൾ അറിയണമല്ലോ. അതുകൊണ്ട്
മോൻ ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം. അയ്യോ, അമ്മ പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നും ഇല്ല മോനെ. ഒക്കെ മോന്റെ ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയാ. മോൻ ചേച്ചിയെ ശ്രദ്ധിക്കണം. ചേച്ചിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് മോനാ. അതുകൊണ്ട് മോൻ ചേച്ചിയോട് നേരിട്ടൊന്നും ചോദിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്വഭാവമാറ്റം കാണുവാണെങ്കിൽ അപ്പോഴമ്മ അറിയിക്കണം. ശരി അമ്മ. മോനെ, പിന്നെ ചേച്ചി ഒരിക്കലും ഇത് അറിയരുത്. അറിയില്ല അമ്മ. ശരി, മോൻ പൊയ്ക്കോ. അമ്മ, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല മോനെ. അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. മോൻ ചെല്ല്, പേടിക്കണ്ട. ശരി അമ്മ. ഈശ്വര, ഒക്കെ ആ രാജയുടെ തോന്നൽ മാത്രമായിരിക്കണേ. ഇനി ദിയമോള് മനസ്സിൽ അച്ഛനെ കുറിച്ച് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് സ്വഭാവം തന്നെ മാറിപ്പോവാണോ? ഇല്ല, അവൾക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. അവൾ എന്നും പഴയ ദിയ തന്നെയായിരിക്കും. ഒക്കെ രാജയുടെ എന്റെയും തോന്നലുകൾ മാത്രം. ഹലോ, പറഞ്ഞോ. അതെ, അച്ഛമ്മയുടെ കൂടെ വേറൊരു അച്ഛമ്മയും കൂടി വന്നിട്ടുണ്ട്. വേറൊരു അച്ഛമ്മയോ? അതേത് അച്ഛമ്മ? അച്ഛമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ കൂട്ടാണത്രേ. അച്ഛമ്മ വന്നപ്പോ ഞാൻ ആകെ ടെൻഷനായി. ഞാൻ കരുതി ആന്റിയുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. ആന്റിയോ? ഏതാന്റി? ആന്റി, അച്ഛന്റെ സിസ്റ്റർ. അച്ഛന്റെ സിസ്റ്ററോ? ഞാനറിയാതെ അച്ഛൻ ഏത് സിസ്റ്ററാ? റൂമില് ഫോട്ടോ ഉണ്ടല്ലോ. റൂമില് ഫോട്ടോയോ? അച്ഛന്റെ സിസ്റ്ററിന്റെ ഫോട്ടോയോ? എന്ന് വെച്ചാ നമ്മുടെ ആന്റിയുടെ ഫോട്ടോ. അതേത് ഫോട്ടോ? ഏത് റൂമിലെ ഫോട്ടോ ഉള്ളത്? ബെഡ്റൂമില്? ബെഡ്റൂമിലോ? മൈ സൂപ്പർ ഹീറോ എന്ന് എഴുതിയ ഫോട്ടോ ഇല്ലേ, അച്ഛന്റെ ഫോട്ടോ. അതിനടുത്തിരിക്കുന്ന ഫോട്ടോ. എന്താ ചിരിക്കുന്നത്? അയ്യോ, ചിരിക്കല്ല, സത്യത്തിൽ കരയാ വേണ്ടത്. അച്ഛന്റെ സിസ്റ്റർ പോലും. ആരാ പറഞ്ഞത് അത് അച്ഛന്റെ സിസ്റ്റർ ആണെന്ന്? ഭുവനങ്ങള് പറഞ്ഞു. എടി മണ്ടൂച്ചേ, അതാരുടെ ഫോട്ടോ ആണെന്ന് അറിയാവോ? അതാരുടെ ഫോട്ടോയാ? എവിടെയോ കണ്ടൊരു പരിചയം പോലെ തോന്നുന്നുണ്ട്. പരിചയം തോന്നുന്നു പോലും. എടി, ഇത് മഞ്ജു വാര്യറാണ്. കേട്ടിട്ടില്ലേ നീ? ഓ, മഞ്ജു വാര്യർ. ഓ, മഞ്ജു വാര്യർ അല്ല, വെറും മഞ്ജു വാര്യർ. നീ ഇനി ഏത് രാജ്യത്താ ജീവിക്കുന്നെ? മഞ്ജു വാര്യർ കണ്ടിട്ട് മനസ്സിലാവാതെ ഒരേ ഒരാള് നീ ആയിരിക്കും. ഭുവനങ്ങള് പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു. ഭുവനങ്ങള് എന്നെ പരീക്ഷിക്കാൻ പറഞ്ഞതായിരിക്കും അല്ലേ? അതെ, വളരെ സൂക്ഷിച്ചു വേണം ഓരോ നീക്കവും. അടുത്ത ആഴ്ച അച്ഛനും അമ്മയും തമ്മിൽ കാണിക്കണം. പിന്നെ ഒരു കാര്യം. ചേച്ചി. അയ്യോ, അപ്പു വിളിക്കുന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്യാട്ടോ, പിന്നെ വിളിക്കാം. ശരി. ചേച്ചി. എന്താ അപ്പു? എന്താ അപ്പു? ചേച്ചി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞെങ്കിലും
എന്തൊക്കെയോ ചേച്ചി ഒളിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് നേരാ. എന്തോ രഹസ്യങ്ങളുണ്ട്. കണ്ടുപിടിക്കണം. നീ എന്താ ആലോചിക്കുന്നെ? ഒന്നുമല്ല. ചേച്ചി എന്നെ വിളിക്കാതെ എന്താ ഫോൺ ചെയ്യാൻ പോയേ? അത് അല്ല, അമ്മ കണ്ട കുഴപ്പമാവില്ലേ, അതുകൊണ്ടാ. അല്ല, എന്തായാലും കാര്യങ്ങള് കുഴപ്പായി തുടങ്ങി. എന്താടാ, എന്താ കുഴപ്പമായത്? ഒന്നുമല്ല, വെറുതെ പറഞ്ഞതാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നീ എന്തൊക്കെയാ പോയി പറയുന്നേ? അല്ല, ചേച്ചിയുടെ രീതികള് മൊത്തം മാറിയിരിക്കുവാണല്ലോ. ജീവസാറിന്റെ മോളുമായിട്ട് കൂട്ടാണെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ജീവസാറിന്റെ മോളെ പോലൊരു വലിയ കുട്ടിയുമായി ഫ്രണ്ട്ഷിപ്പുമായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാ. ഇപ്പൊ എന്നോട് പറയാതെ ഫോൺ ചെയ്യാൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അപ്പു, അത് അമ്മ കണ്ട് പ്രശ്നമാതിരിക്കാൻ വേണ്ടിട്ടാ. ഇത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഞാൻ കണ്ടുപിടിക്കും. രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് അമ്മയോട് പറഞ്ഞു കൊടുക്കും. നീ എന്താ ആലോചിക്കുന്നെ? ഏയ്, ഒന്നുമില്ല. മനുഷ്യന്റെ ഓരോ കാര്യങ്ങള് ആലോചിച്ച് നിന്നതാ. മനുഷ്യന്റെ കാര്യവും? ഏത് മനുഷ്യന്റെ? ഒന്നുമില്ല.